നമസ്കാരം. എല്ലാവർക്കും സ്പേസ് ഗ്രേഡ് ആർട്ട് ആൻഡ് ഡിസൈൻ മെറ്റീരിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കുന്നത് എന്താണ് ആർട്ടും ഡിസൈനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഇപ്പോൾ ആർട്ട് എന്ന് പറയുന്ന സംഭവം ഒരു സബ്ജക്റ്റീവായിട്ടുള്ള സംഭവമാണ്. അതായത് ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ചിലപ്പം മോശമായിട്ടാണ് തോന്നുന്നത്. അതിനൊരു യുണീക്കായിട്ടുള്ള യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് കളക്റ്റീവായിട്ടുള്ള യൂട്ടിലിറ്റി ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള ഒരു തലം വരുമ്പോഴാണ് അത് ഡിസൈനാകുന്നത്. അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് ആർട്ട് വിത്ത് യൂട്ടിലിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡിസൈൻ എപ്പോഴും യുണീക്കായിരിക്കും, അത് സബ്ജക്റ്റീവ് ആയിരിക്കുകയില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു കാറിൻ്റെ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നിരത്തിലുള്ള ഒരു കാർ, അതായത് ഇന്ത്യയുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനും നമ്മുടെ റോഡിൻ്റെ സ്ഥിതിയും ഒക്കെ അനുസരിച്ച് പോകേണ്ട ഒരു കാർ ഡിസൈൻ ചെയ്യുന്നതും ഒരു യൂറോപ്യൻ റോഡിൽ പോകേണ്ട ഒരു കാർ ഡിസൈൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നിരത്തിലുള്ള കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളുടെ സ്ഥിതി നമുക്കറിയാം, വളരെ മോശം സ്ഥിതിയാണ്. അപ്പോൾ നമ്മുടെ വീൽ ബേസ് വളരെ കുറച്ച് ഈ ഫെരാരി, ലംബോർഗിനി അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഉണ്ടാക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ വീൽ ബേസ് കുറച്ച് ഉയർത്തി നമ്മുടെ കണ്ടീഷനും നമ്മുടെ വെതർ പാറ്റേണും എല്ലാം കണ്ടുകൊണ്ടായിരിക്കണം നമ്മളത് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ പല വേരിയബിൾസ് കൺസിഡർ ചെയ്ത് യുണീക്കായിട്ട് ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഒരു ഡിസൈൻ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിൻ്റെ ഫണ്ടമെൻ്റൽസിൽ നിന്നാണ് എല്ലാ ഡിസൈനും വരുന്നത്. അപ്പോൾ എന്താണ് ഒരു കലയുടെ ഫണ്ടമെൻ്റൽസ് എന്നറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ഹ്യൂമൻ പെർസെപ്ഷൻ എന്നറിഞ്ഞിരിക്കണം. നമ്മളെങ്ങനെയാണ് കാണുന്നത്, നമ്മളെങ്ങനെയാണ് മറ്റുള്ള സംഭവങ്ങൾ കാണുന്നത് എന്നറിഞ്ഞിരിക്കുക. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ സൈക്കോളജി അറിഞ്ഞിരിക്കുക. ഈ സൈക്കോളജി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, അതുപോലുള്ള സൈക്കോളജിസ്റ്റുകൾ അതുപോലുള്ളവരെ തേടി പോവുക. അങ്ങനെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് കാൾ ജങ് എന്ന് പറയുന്നത്. ഒരു സ്വിസ് സൈക്കോളജിസ്റ്റായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് പല കലാകാരന്മാരും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതാണ് പല കലാകാരന്മാരെയും പല കലാകാരന്മാർക്ക് പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളുണ്ട്. ഇത് കലയുടെ മേഖലയിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വികസനത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൈക്കോളജിക്കകത്തുള്ളതാണ്. നമ്മുടെ സൈക്കിക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. സെൽഫ് എന്ന് പറയുന്നൊരു ഘടകമുണ്ട്, ഈഗോ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മുടെ ആദ്യ ദശയിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ ഈഗോ ആയിരിക്കും വളരെയധികം ഇൻഫ്ലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. സെൽഫ് എന്ന് പറയുന്ന ഒരു സംഭവം കാണുകയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുട്ടികളായിരിക്കും കൂടുതൽ ദുശാഠ്യം കാണിക്കുന്നത്, കുട്ടികളായിരിക്കും കൂടുതൽ വയലൻ്റ് കുട്ടികളായിരിക്കും. ആ വയലൻസ് നമുക്ക് അറിയാൻ വയ്യാത്തത് അവരുടെ ബലഹീനത കൊണ്ടാണ്. പക്ഷേ അവരുടെ മനസ്സിലും അല്ല, അവരുടെ ആ ഒരു പ്രകൃതത്തിനകത്ത് അത് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുന്നത്,
നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂറായി കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഈഗോയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സെൽഫിൻ്റെ കഴിവാണ്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് കുറച്ചുകൂടെ പ്രകടമാവും. ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ഈ സെൽഫും ഈഗോയും തമ്മിൽ നിങ്ങളൊരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആർട്ടും ഡിസൈനും എല്ലാം വരുന്നത് ഈഗോ പിരമിഡിലല്ല വരുന്നത്, ഈഗോയുടെ ഒരു ഭാഗമായിട്ടല്ല വരുന്നത്, അത് സെൽഫിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഈ സെൽഫിൽ നിന്നും കിട്ടുന്ന നോളജാണ് പലപ്പോഴും വലിയ ആർട്ടിസ്റ്റുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പം മ്യൂസിക് വരുന്നത് അത് സെൽഫിൻ്റെ ഒരു ഭാഗമാണ്, മാത്തമാറ്റിക്സ് സെൽഫിൻ്റെ ഒരു ഭാഗമാണ്. ഇത് 4th പിരമിഡിൽ വരുന്ന സംഭവമാണ്. ഇത് ഒരു ഗ്രീക്ക് പഴയ ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഗ്രീക്ക് ചിന്തകർ വിഭാവനം ചെയ്തിട്ടുള്ള ഈസോറ്ററിക്കായിട്ടുള്ള ഒരു നോളജാണിത്. 4 ഘടകങ്ങളുണ്ട്. അതിനകത്ത് 4th പിരമിഡിൽ വരുന്നതാണ്. ഒന്നാമത്തേത് ദൈവം, 2 ആണും പെണ്ണും, മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവാലിറ്റി, ആണും പെണ്ണുമല്ല, നേച്ചറിൻ്റെ ഡ്യുവാലിറ്റി. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഘടകങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവം. നാലാമത്തേത് വീണ്ടും ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. ഈ നാലാമത്തേത് ആണ് മാത്തമാറ്റിക്സ്, അസ്ട്രോണമി, ജിയോമെട്രി, മ്യൂസിക്. ഈ 4 ഘടകങ്ങളാണ്. അത് പിൽക്കാലത്ത് മാറി വന്നു. ക്രിസ്ത്യാനിറ്റിയുടെ ഉത്ഭവത്തോടു കൂടി പല പാഗൻ ചിന്തകളും അതുപോലുള്ള സംഭവങ്ങളും എല്ലാം മനുഷ്യൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ മനുഷ്യൻ പഠിക്കുന്നത് ഇപ്പോൾ എന്താണ്, ഇപ്പം ആധുനികമായിട്ടുള്ള ചിന്തയിൽ വരുന്നത് സെൽഫും ഈഗോയുമാണ്. ഇതെല്ലാം ഈ സെൽഫിൽ വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ സെൽഫിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മുടെ ഡിസൈനും ആർട്ടും അതുപോലുള്ള ഘടകങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഡിസൈനർ ആവണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്ത്, ഡേറ്റ അനലൈസ് ചെയ്ത്, അത് ഇൻ്റർപ്രറ്റ് ചെയ്ത്, അത് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല ഡിസൈനർ ആവാൻ പറ്റുകയില്ല. കാരണം അതാണ് ഇപ്പം AI അൽഗോരിതം അതുപോലുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അതല്ല അതിൻ്റെ ഒരു രീതി. നമുക്ക് വേറെ തരത്തിൽ ഇൻഫർമേഷൻ ഡെറൈവ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക, ഒരു കേപ്പബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈഗോയിൽ നിന്ന് സെപ്പറേറ്റായി ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു റെയിമിൽ വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കേപ്പബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അൽഗോരിതമാണെന്നുണ്ടെങ്കിലും AI അൽഗോരിതം അതുപോലുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് തോന്നും ഇത് ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നത്, പക്ഷേ അതിൽ ക്രിയേറ്റിവിറ്റി ഇല്ല. ആ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം ഇത് ഒരിക്കലും ഓവർ പ്രൊപ്പോസേഷനിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഒരു AI സോഫ്റ്റ്വെയറും ഓവർ പ്രൊപ്പോസേഷൻ, അതായത് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അരിസ്റ്റോട്ടിൽ വിഭാവനം ചെയ്തതാണ്. അരിസ്റ്റോട്ടിലാണെന്ന് തോന്നുന്നു. അരിസ്റ്റോട്ടിൽ വിഭാവനം ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ലോജിക് ആൻഡ് എത്തിക്സിൽ വരുന്ന വിഭാഗമാണ്. അപ്പോൾ ഈ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ്റെ ഓഫ് പ്രൊപ്പോസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനിൽ 4 ക്വാഡ്രൻ്റുണ്ട്. AIക്ക് സക്സസ്ഫുള്ളായിട്ട് 3 ക്വാഡ്രൻറ്റും റീജനറേറ്റ് ചെയ്യാൻ പറ്റും. AIക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാഡ്രൻ്റാണ് ഓഫ് പ്രൊപ്പോസേഷൻ എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെ യുണീക്കായിട്ടുള്ള എബിലിറ്റി. അതാണ് നമ്മൾ പറയുന്ന സെൽഫിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. അതായത് ക്രിയേറ്റീവായിട്ടൊരു മ്യൂസിക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഉണ്ടാക്കുക, ഫിസിക്സിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ഡിസ്കവറി. ഇപ്പോൾ നിങ്ങളൊരു സയൻറ്റിഫിക്കായിട്ടുള്ള ഡിസ്കവറി നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ അനലൈസ് ചെയ്ത്, അത് പ്രോസസ്സ് ചെയ്ത്, അതിനകത്ത് നിന്ന്
വീണ്ടും ഇട്രേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള ഡിസ്കവറി ഉണ്ടാക്കാൻ പറ്റുകയില്ല. നിങ്ങളൊരു സംഭവം ഒബ്സർവ് ചെയ്ത് ആദ്യം ഒരു കൺവിക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ കൺവിക്ഷനിൽ നിന്നാണ് അതിൻ്റെ പിന്നിലുള്ള ലോ നിങ്ങൾ ഡെറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂട്ടൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതായത് വസ്തുക്കൾ താഴേക്ക് തന്നെ വീഴും, ഭൂമിയിലേക്ക് തന്നെ വീഴും എന്നുള്ളൊരു കൺവിക്ഷൻ അദ്ദേഹത്തിനുണ്ട്. ആ കൺവിക്ഷൻ്റെ പുറകിൽ നിന്നാണ്, ആ കൺവിക്ഷനിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള ലോ എന്താണെന്ന് ന്യൂട്ടൺ ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു കേപ്പബിലിറ്റി വരുന്നത്. മനുഷ്യന് യുണീക്കായിട്ടുള്ള ഒരു ഗുണമാണ്, അത് മെഷീൻസിനുള്ള ഒരു ഗുണമല്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു കാൽക്കുലേറ്ററിൻ്റെ കാര്യം എടുക്കുക. കാൽക്കുലേറ്ററിന് മനുഷ്യനേക്കാളും കൂടുതൽ കമ്പ്യൂട്ടേഷൻ പവറുണ്ട്. അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം അത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതല്ല. അതിൻ്റെ ലീനിയർ ലോജിക്ക് വളരെ കൂടുതലാണ്. പക്ഷേ അത് ക്രിയേറ്റീവല്ല. ആ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെൽഫിൽ വരണം. നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഈ മെൻ്റൽ അവെയർനെസ് സെൽഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് നല്ല ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് നല്ല ആർട്ട് അതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത തവണ വന്നിരുന്നു.